CBI, ED, NIA എന്നൊക്കെ കേട്ട് കഴിഞ്ഞാലല്ലോ പുച്ഛം തോന്നുന്ന കാലം. ഡൽഹി മദ്യനയ കേസിൽ അരവിന്ദ് കെജ്രിവാൾ അടക്കം 23 പ്രതികളെ കോടതി വെറുതെ വിട്ടു. കോടതി വെറുതെ വിടുക മാത്രമല്ല ചെയ്തത്, ഈ പറഞ്ഞ CBIക്കെതിരെ രൂക്ഷ വിമർശനം. വെറുതെ പേരിന് പോലും കാണിക്കാൻ ഒരു തെളിവ് എടുക്കാനില്ലാത്തൊരവസ്ഥ. മോദിയും അമിത്ഷായും കൂടെ കാണിച്ചു കൂട്ടുന്ന ചെറ്റത്തരങ്ങളാണ് ഇതൊക്കെ. ഇതിന് കൂട്ടുപിടിക്കാൻ ഇത്തരത്തിലുള്ള കേന്ദ്ര ഡിപ്പാർട്ട്മെന്റുകൾ കൂടെ. ഇനി ഇതിനൊക്കെ ജയ് വിളിക്കാൻ ഒരു തലയിൽ ഒരു 5 പൈസന്റെ വിവരമില്ലാത്ത വാണസംഖികൾ. രാജ്യത്തിന്റെ പോക്ക് എങ്ങോട്ടാണെന്നുള്ള ചിന്തിച്ച് നോക്ക്. സംഖികളൊക്കെ മാറ്റി നിർത്തുക, അല്ലാത്ത ആൾക്കാർ ചിന്തിച്ച് നോക്ക്. ഇതാണ് അവസ്ഥ. ഡൽഹി പിടിക്കാൻ വേണ്ടി ചെയ്തിട്ടുള്ള തേർഡ് റേറ്റ് പരിപാടി. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ലൈക്ക് ചെയ്തിട്ട് കാണാൻ ട്രൈ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ കൂടുതൽ ചെയ്തിട്ട് കാണാൻ നോക്കുക. നമുക്ക് ഏതായാലും വീഡിയോയിലോട്ട് വരാം. നമ്മുടെ രാജ്യത്ത് നടക്കുന്ന ഇത്തരത്തിലുള്ള പരമനാറിത്തരങ്ങളുടെ പറ്റിയുള്ള കഥയാണിത്. ഒന്ന് കേട്ട് നോക്കുക. ED, NIA, CBI എന്നൊക്കെ കേൾക്കുമ്പോണ്ടല്ലോ പൊട്ടിച്ചിരി മാത്രമല്ല വെറുപ്പ് തോന്നുകയാണ്. ഇത്രയും വലിയ പരമോന്നത ഡിപ്പാർട്ട്മെൻറ്റ്സ്, കേന്ദ്ര ഡിപ്പാർട്ട്മെൻറ്റ്സ് നമ്മുടെ നാട്ടിലുള്ളപ്പം ആ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ ആലോചിച്ചിട്ടേ നമുക്ക് പുച്ഛം തോന്നേണ്ട അവസ്ഥയുടെ മരസംഖ്യകളെ നിങ്ങൾ ഓർത്തോ. അരവിന്ദ് കെജ്രിവാൾ അടക്കം 23 പ്രതികളെയാണ് ഡൽഹി മദ്യനയ കേസിൽ നിന്ന് വെറുതെ വിട്ടത്. കോടതിയിൽ നിന്ന് വെറുതെ വിട്ടു. ഇപ്പം മനസ്സിലാക്കണം, ഈ CBIനൊക്കെ വെച്ചിട്ട് നാട്ടിൽ ഈ പറഞ്ഞ താടി മോങ്ങിജിയും അതുപോലെ തന്നെ അമിട്ടും കൂടെ ചെയ്തു കൂട്ടുന്ന ചെറ്റത്തരങ്ങൾ എത്ര വലുതാന്നുള്ളത്. ഡൽഹി പിടിക്കാൻ വേണ്ടിയിട്ടേ ഏത് പെണ്ണിൻ്റെ പാവാടൻ്റെ ഉള്ളിലും പോവാം എന്നുള്ള നയം സ്വീകരിച്ച് നമ്മുടെ നാട്ടിലെ ഇത്തരം ഡിപ്പാർട്ട്മെൻറ്റുകളും അവർക്ക് ചെല്ലും ചെലവും കൊടുത്ത്, അല്ലെങ്കിൽ അവർക്കൊക്കെ പട്ടിക്കാട്ടങ്ങളെ പോലത്തെ എല്ലും കഷ്ണം ഇട്ട് കൊടുത്ത് തീറ്റിച്ചുകൊണ്ടിരിക്കുന്ന, രാജ്യം ഭരിക്കുന്ന തേർഡ് റേറ്റ് അവസ്ഥ. അതാണ് നമ്മുടെ നാട്ടിൽ ഇപ്പം നടക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. കഴിഞ്ഞ മാസം ഇതേ കേസിൻ്റെ അരവിന്ദ് കെജ്രിവാളിൻ്റെ ED കേസ് തള്ളിപ്പോയിരുന്നു കോടതിയിൽ, അല്ലേ? അന്ന് ED സമൻസ് അയച്ചിട്ടും അല്ലെങ്കിൽ ED അറസ്റ്റ് കൈവരിച്ചില്ല എന്നും പറഞ്ഞിട്ട് ED അരവിന്ദ് കെജ്രിവാളിന് അഗെയിൻസ്റ്റ് എടുത്ത കേസ് കഴിഞ്ഞ മാസം തന്നെ അത് കോടതി തള്ളിക്കളഞ്ഞു. അന്ന് നമ്മളൊരു വീഡിയോ ഇട്ടപ്പം കുറേ ചങ്കി വാനങ്ങൾ വഞ്ഞിങ്ങനെ കുടച്ച് വിടാൻ കിടന്നിട്ട് അത് മദ്യനയ കേസല്ല, അത് EDയുടെ മറ്റൊരു കേസാണെന്നും പറഞ്ഞിട്ട് ഇതാ ഇപ്പം മദ്യനയ കേസെന്നും വെറുതെ വിട്ടു. 1 2 ഒന്നല്ല, 23 പ്രതികളെ, ആം ആദ്മി പാർട്ടിയിലെ 5 നേതാക്കളടക്കമുള്ള 23 പ്രതികളെ കണ്ണും ചുമ്പി കോടതി വെറുതെ വിട്ടു. വെറുതെ പ്രാഥമികമായിട്ട് കാണിക്കാൻ പോലും ഒരൊറ്റ തെളിവ് പോലുമില്ല. പിന്നെ എന്ത് തേങ്ങക്കാണ് ഈ കേസെടുത്തതെന്നാണ് കോടതി ചോദിച്ചത്. പറയാനൊന്നുമില്ല. എതിർ പാർട്ടിക്ക് പറയാൻ, CBIക്കാണ് പറയാനൊന്നുമില്ല. ഒരു തെളിവ് പോലും എടുക്കാൻ CBIക്ക് കിട്ടിയിട്ടില്ല. ഒരു കാര്യത്തിലും ഒരു തരത്തിലുള്ള മൊഴിയോ സാക്ഷിയോ അല്ലെങ്കിൽ ഒരു രീതിയിലുള്ള തെളിവ് പോലും CBIക്ക് എടുക്കാനില്ലായിട്ടാണ് കഴിഞ്ഞ 2 വർഷമായിട്ട് ഈ കേസ് തള്ളിക്കൊണ്ടുപോയത്. എന്തിനാ? ഡൽഹി പിടിക്കണം. ഡൽഹി പിടിക്കാൻ തേർഡ് റേറ്റ് കാണിക്കണം, ചെറ്റത്തരം കാണിക്കണം. ഈ മൈതാന പ്രസംഗം നടത്തുന്ന ഈ ചായടിക്കാരനെ കൊണ്ട് ഇമ്മാതിരി പരിപാടി നടത്തിയാലല്ലോ. ആ ചായടിക്കാരനെ താഴത്ത് പണ്ട് അമിട്ടും പൊട്ടിച്ച് നടത്തിയ ഇമ്മാതിരി രാജ്യം ഭരിക്കാൻ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം ഇതിൻ്റെ അപ്പുറത്തും ഉണ്ടാവും. ഇപ്പം എങ്ങനെയുണ്ട്? ഇമ്മാതിരി പരിപാടികൾ കാണിച്ചിട്ടാണ് നമ്മുടെ രാജ്യത്ത് കാര്യങ്ങൾ നടക്കുന്നത്. ഏതാണെങ്കിലും കേസ് എന്താ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഡൽഹി മദ്യനയ കേസ്, അതായത് ഡൽഹിയിലെ മദ്യനയം തിരുത്തി എഴുതി അത് അവിടുത്തെ മദ്യ വിൽക്കുന്ന ആൾക്കാർക്ക്, മുതലാളിമാർക്ക് അതിൽ വലിയ പണം സംഹരിക്കാനുള്ള വഴിയാക്കി മാറ്റി. അതുവഴി 100 കോടി രൂപ ആം ആദ്മി പാർട്ടി അവരുടെ ഇതിലോട്ടെടുത്തു, അവരെ പാർട്ടി വാങ്ങിച്ചു. ആ 100 കോടി വെച്ച് ഡൽഹിയിൽ ഇലക്ഷൻ പ്രചരണം നടത്തി. ഇതായിരുന്നു കേസ്. അതിലെ മുഖ്യ പ്രതികളായിട്ടുള്ള കെജ്രിവാളും അവിടുത്തെ ഉപമുഖ്യമന്ത്രി, പിന്നെ അവിടുത്തെ മറ്റ് MLAമാർ, അങ്ങനെ 5 പേര്, പിന്നെ മറ്റ് 18 പേരല്ലാത്ത ആളുകൾ. ഈ എല്ലാ ആളുകളെയും ഇവിടുത്തെ കോടതി വെറുതെ വിട്ടു. ഇവർക്കെതിരെ ഒരു കേസും ഒരു തെളിവുമില്ല. ഏതായാലും കെജ്രിവാൾ ഇന്ന് ആ കോടതി വിധി വന്നതിന് ശേഷം പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, ഇത് എന്നെ കുടുക്കിയതാണ്, മോദിയും അമിട്ടും കൂടെ എന്നെ കുടുക്കിയതാണ്, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ഞാൻ അന്ന് പറഞ്ഞതാണ് എന്നും പറഞ്ഞിട്ട് പൊട്ടിക്കരയുന്ന സീനുണ്ട്. ഒന്ന് കണ്ടു നോക്ക്. केजरीवाल भ्रष्ट नहीं है। मैंने केवल अपनी जिंदगी में ईमानदारी कमाई है। इन्होंने झूठा केस लगाया और आज ये साबित हो गया। कोर्ट ने कहा है कि केजरीवाल कट्टर ईमानदार है, मनीष सिसोदिया कट्टर ईमानदार है,
आम आदमी पार्टी कट्टर ईमानदार है। मैं प्रधानमंत्री जी से कहना चाहता हूं, सत्ता के लिए इस तरह से खिलवाड़ मत कीजिए देश के साथ, इस तरह से संविधान के साथ खिलवाड़ मत कीजिए। आपको सत्ता चाहिए, अच्छे काम कीजिए। आज देश के सामने इतनी बड़ी बड़ी समस्याएं हैं, महंगाई है, बेरोजगारी है, पूरे देश में ഒരു 10-11 വർഷങ്ങൾക്ക് മുമ്പേ രാജ്യത്ത് CBI, ED, NIA എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞല്ലോ, അവർക്കൊരു പവർ ഉണ്ടായിരുന്നു. കേൾക്കുമ്പോൾ തന്നെ ആളുകൾ CBI വരുന്നുണ്ട്, NIA വരുന്നുണ്ട്, ED വരുന്നതെന്നൊക്കെ പറഞ്ഞല്ലേ. പാർട്ടികളും അവിടെ രാഷ്ട്രീയ പാർട്ടികളും അല്ലെങ്കിൽ ആൾക്കാരുടെ ഒരു പ്രിഫറൻസും മുതലാളിമാരും കാര്യമൊന്നുമില്ല. അവരൊരു കേസ് എടുത്തു കഴിഞ്ഞാൽ തെളിയും. എന്ത് കേസ് ഉണ്ടെങ്കിലും CBIക്ക് വിട്ടുകൊടുക്കണം, NIAക്ക് കൊടുക്കണം, EDക്ക് കൊടുക്കണം, ഏത് പാർട്ടിക്കാരനും ഒരേ സ്വരത്തിൽ എന്ന് പറയും. കഴിഞ്ഞ 11 വർഷം കൊണ്ട് ED വരുന്നുണ്ട്, NIA വരുന്നുണ്ട്, അതല്ലെങ്കിൽ CBI വരുന്നുണ്ട്, ആൾക്കാർ ഇവിടെ നിന്ന് പൊട്ടിച്ചിരിക്കും, തൂറിയിടും അപ്പുറത്ത്. ആ അവസ്ഥയിലോട്ടാണ് നമ്മുടെ ഈ പറഞ്ഞ നാഷണൽ ഡിപ്പാർട്ട്മെൻറ്റ്സിനെ എത്തിച്ചിരിക്കുന്നത് നമ്മുടെ ഈ രാജ്യം ഭരിക്കുന്ന ടീംസ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, കേസ് വന്ന സമയത്ത് തന്നെ വ്യക്തമായിരുന്നു പല ആളുകൾക്കും ഇത് കെട്ടിച്ചമച്ച കേസാണ്. എന്നിട്ടും ഇതിനെ പിടിച്ചിട്ട് മോദി അടക്കമുള്ള മോദിയോ അമിട്ടോ ഇമാതിരി ഐറ്റമുകളെല്ലാം കൂടെ കയറിയിട്ട് ഡൽഹിയിൽ കിടന്നിട്ട് തേരാപാര നടന്നു. എന്താണ് ഇത്രയും വലിയ അഴിമതി ചെയ്യുന്ന കെജ്രിവാളിനെ ഞങ്ങൾ വോട്ടിരിക്കുന്നു, ഇനി നിങ്ങൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഒരു ഉളുപ്പുമില്ലാണ്ട് എന്താ ഇപ്പുറത്തുനിന്ന് ഇവന്മാർ തന്നെ CBI അങ്ങോട്ട് വിട്ട് ചിമ്മാരി പരിപാടി എടുത്തിട്ട് ഇപ്പുറത്ത് വന്നിട്ട് വോട്ട് പിടിച്ചിട്ട് ജയിച്ചിട്ട് അവിടെ നിന്ന് കയറി വന്നതാണ്. എന്നിട്ട് ഇപ്പോൾ അവിടെ പുതിയ സാധനത്തിനവിടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി എന്നും പറഞ്ഞിട്ട്. എന്താണ് നാട്ടിൽ രാജ്യത്ത് നടക്കുന്നത് പോലും അറിയാണ്ട് കുളവും കൊത്തി മോദിക്ക് കുളിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി കിടക്കുന്ന ഒരു മരവാഴ എന്ന് വേണേൽ പറയാം. ഈ അവസ്ഥയാണ് ഡൽഹിക്ക് ഉണ്ടാക്കി കൊടുത്തത്. അറ്റ്ലീസ്റ്റ് സംഘികൾ നിങ്ങൾ മാറി നിൽക്കുക. അറ്റ്ലീസ്റ്റ് നാട്ടിലെ മറ്റ് ജനങ്ങൾ, ഈ സംഗീസം കണ്ടിട്ട് കണ്ണ് തള്ളി നിൽക്കുന്ന മറ്റ് ജനങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക ഏത് രീതിയിലാണ് നമ്മുടെ നാഷണൽ ഡിപ്പാർട്ട്മെൻറ്റ്സിനെ ഇത്തരത്തിൽ ഇവന്മാരുടെ പരിധിയിൽ വരച്ച് വെച്ചിട്ടുള്ളത്. വെറുതെയാണോ രാജ്യത്തെ ഏതെങ്കിലും ഒരു പ്രതിപക്ഷ MP-മാരെയും പ്രതിപക്ഷ MLA-മാരെയും അതല്ലെങ്കിൽ കേന്ദ്രത്തിന് എതിരെ നിൽക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ മോദിക്കും അമിത്ഷാക്കും എതിരെ നിൽക്കുന്ന ഏതെങ്കിലും രീതിയിലുള്ള പ്രസ്താവനകളോ സിനിമകളോ കേസുകളോ എന്ത് വന്നു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് CBIയും EDയും ഈ പറഞ്ഞ NIAയും ചാടി വെക്കുന്നത് മനസ്സിലായോ? ഇവന്മാർക്ക് എല്ലിൻ്റെ കഷ്ണിട്ടെടുത്ത് പട്ടികളെ കൊണ്ട് തീറ്റിക്കുന്ന പോലെ തീറ്റിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ രാജ്യം ഭരിക്കുന്ന ആൾക്കാർ. എന്നിട്ട് ഓർഡറാ പട്ടി, ക്യാച്ച് ദ ബോൾ എന്ന് പറയുമ്പോൾ പട്ടി ഓടും ബോൾ പിടിക്കാൻ, ഷൂ പിടിക്കാൻ. അതേപോലെ ഓരോരുത്തരും കാണിച്ചു കൊടുക്കും, പിടിച്ചോളാനാ പറഞ്ഞ് പിടിച്ച് കൊണ്ടുവരും. 1-2 വർഷം അത് കേസ് തള്ളിപ്പോവും. ആ സമയം കൊണ്ട് ഇവന്മാർക്ക് കിട്ടാനുള്ളതൊക്കെ ഇവന്മാർ പുറത്ത് അടിച്ചെടുക്കും, പിന്നെ കേസങ്ങ് തള്ളിപ്പോവും. EDയുടെ കേസിൻ്റെ കൺവേർഷൻ റേറ്റ് എടുത്തു നോക്കിക്കഴിഞ്ഞല്ലോ 99% തോൽവിയ. 100 കേസ് എടുത്തതിനാൽ 99 കേസിലും വെറുതെ വിട്ടിട്ടേ ഉള്ളൂ, അല്ലെങ്കിൽ ആ കേസ് ഇല്ലാണ്ടായിട്ടുണ്ട്. NIAയുടെ അവസ്ഥ ഇതൊക്കെ തന്നെ. CBI പതിയെ അവസ്ഥയിലോട്ട് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. കഷ്ടം, എന്ത് പറയാനാ. ഏതായാലും ന്യൂസിൻ്റെ കുറച്ച് ഭാഗങ്ങളോ വെച്ച് തരാം. ഇനിയിപ്പം ഞാൻ പറഞ്ഞത് കണ്ട് മാത്രം ചില സംഖ്യകൾ താഴത്ത് വന്ന് കൊണയ്ക്കാൻ വരും. കൊണടിക്കുന്ന സകല മരവാണ പട്ടി സംഖ്യകളെ കേൾക്കുന്നത്. ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. ദില്ലി മദ്യനയ അഴിമതി കേസിൽ മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെയും ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയെയും പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു. മദ്യനയത്തിലെ അഴിമതിയിൽ CBI എടുത്ത കേസിലാണ് ഈ നടപടി. റോസ് അവന്യൂ കോടതിയുടേതാണ് നടപടി. തെളിവുകളില്ലാതെ കേസിൽ ഉൾപ്പെടുത്തിയത് CBIയെ കോടതി കടുത്ത ഭാഷയിൽ വിമർശിക്കുന്നുണ്ട്. CBIക്ക് കനത്ത തിരിച്ചടിയാവുകയാണ് കോടതിയുടെ നടപടി. വൈശാഖാര്യൻ വിവരങ്ങളുമായി ചേരുകയാണ്. വൈശാഖ്, വലിയ കോളിളക്കമുണ്ടാക്കിയ കേസ്, അറസ്റ്റ്, ഒരു മുഖ്യമന്ത്രിയെ, ചുമതലയിലിരിക്കുന്ന മുഖ്യമന്ത്രിയെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി ജയിലിൽ പാർപ്പിക്കുന്ന നിലയിൽ നാടകീയമായ ഒത്തിരി സംഭവവികാസങ്ങൾക്ക് ദേശീയ രാഷ്ട്രീയം തന്നെ സാക്ഷ്യം വഹിച്ച സംഭവത്തിലാണ് ആ കേസിൽ വലിയ തിരിച്ചടി അന്വേഷണ ഏജൻസിക്ക് ഉണ്ടാകുന്നത്. എന്തൊക്കെയാണ് ഇപ്പോൾ വെളിപ്പെടുന്ന കാര്യങ്ങൾ? മദ്യനയ അഴിമതി കേസ്, അതായത് ദില്ലി രാഷ്ട്രീയത്തെ തന്നെ ഒരു സമയത്ത് കോളിളക്കം സൃഷ്ടിച്ച കേസാണിത്. മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും ദില്ലിയിലെ മന്ത്രിമാരും അടക്കം ഈ കേസുമായി ബന്ധപ്പെട്ട് വലിയ നിയമ നടപടികൾ നേരിട്ടതാണ്. ഇപ്പോൾ ദില്ലി റോസ് അവന്യൂ കോടതിയിലെ ഈ കേസുമായി ബന്ധപ്പെട്ട കേസിലെ വിചാരണ കോടതിയാണ് ദില്ലി റോസ് അവന്യൂ കോടതി. ദില്ലി റോസ് അവന്യൂ കോടതിയാണ് ഈ കേസിലെ പ്രധാനപ്പെട്ട പ്രതികൾക്കെതിരെ എല്ലാം ഈ കുറ്റം ചാർത്തുന്നതിൽ നിന്നും അന്വേഷണ ഏജൻസിയെ വിലക്കിക്കൊണ്ട് 23 പ്രതികളെ ഈ കേസിലെ പ്രതിപട്ടികയിൽ നിന്നും ഒഴിവാക്കിക്കൊണ്ട്, ഈ കേസിലെ എല്ലാ പ്രതികളെയും പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഒഴിവാക്കിക്കൊണ്ട് ഇപ്പോൾ ദില്ലി റോസ് അവന്യൂ കോടതി ഇപ്പോൾ കടുത്ത ഒരു നടപടി എടുത്തിട്ടുള്ളത്. മാത്രമല്ല, കൃത്യമായിട്ടുള്ള തെളിവുകൾ ഒന്നും തന്നെ ലഭിക്കാതെ ഇത്രയും ആളുകൾക്കെതിരെ നടപടികൾ എടുത്ത കേസുമായി ബന്ധപ്പെട്ട നടപടികൾ സ്വീകരിച്ച CBIയെ രൂക്ഷമായിട്ട് ദില്ലി റോസ് അവന്യൂ കോടതി വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, ഈ കോടതിയിലെ പ്രത്യേക ജഡ്ജി ജിതേന്ദർ സിംഗ് ആണ് ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ ഇപ്പോൾ പൂർത്തിയാക്കിയിട്ടുള്ളത്. അതായത് ദില്ലി മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ, ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ അടക്കം 23 പ്രതികളെയാണ് ഇപ്പോൾ CBIയുടെ ഈ കേസിൽ നിന്നും
ഒഴിവാക്കിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ശീതൾ പറഞ്ഞതുപോലെ തന്നെ കേന്ദ്ര ഏജൻസിക്ക് വലിയ തിരിച്ചടിയാണ്. ദില്ലി മദ്യ നയം രൂപീകരിക്കുന്നതിൽ ചില വ്യവസായികളുടെയും തെക്കേ ഇന്ത്യയിലെ ചില രാഷ്ട്രീയ നേതാക്കളുടെയും ഇടപെടലുകൾ അവർക്ക് അനുകൂലമായിട്ട് കരാറുകൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് വലിയ തോതിലുള്ള ഇടപെടലുകൾ നടത്തി ഈ പണം ഗോവ തെരഞ്ഞെടുപ്പിലെ പ്രചരണത്തിലടക്കം ആം ആദ്മി പാർട്ടി ഉപയോഗിച്ചു എന്നുള്ളതായിരുന്നു ഇഡിയുടെയും CBIയുടെയും ഒക്കെ കേസ്. ഈ കേസിൽ CBIയും അതുപോലെ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഒക്കെ തന്നെ വലിയ നടപടികളുമായി പോയതാണ്. അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റിലായതാണ്. ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ ഏറെക്കാലം ഈ കേസുമായി ബന്ധപ്പെട്ട് തടവിലായിരുന്നു. ഏതായാലും ഈ ഒരു കേസിൽ ഇപ്പോൾ ഈ പ്രതികൾക്കാർക്കുമെതിരെ കുറ്റം ചാർത്താനുള്ള തെളിവുകളില്ല. അതുകൊണ്ട് അന്വേഷണ ഏജൻസിക്ക് കുറ്റം ചാർത്താൻ സാധിക്കില്ല എന്നാണ് ഇപ്പോൾ ദില്ലി റോസ് അവന്യൂ കോടതി നിലപാടെടുത്തിട്ടുള്ളത്.